ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എപ്പോഴും ഞങ്ങളെ കൂടെ വസിക്കുവാനും ഒപ്പമായിരിക്കുവാനും അപ്പമായി തീർന്നവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളോട് ഒപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്ന ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയുമായി ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് ആരാധന. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്നരുളി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നാഥനും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവുമായി ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനാണ് അങ്ങ്. സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, സ്വർഗത്തിലെ സകല മാലാഖമാരോടും ചേർന്ന്, ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് സർവമഹത്വത്തിലും അലങ്കൃതനായി മാലാഖമാരുടെ സ്തുതികീർത്തനങ്ങളോട് ഒന്നു ചേർന്ന് ഞങ്ങളും അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യൻ അങ്ങ് തന്നെയെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ വന്നിടുന്നു. അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ വന്നിടുന്നു. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹാലേലു ഹാലേലുയ. ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ആരാധനയുടെ തിരുമണിക്കൂറിൽ ശാന്തമായി സ്വസ്ഥമായി ഞാനും എന്നെ സ്നേഹിക്കുന്ന ഈ ദിവ്യകാരുണ്യവും ഈശോയുമായി അല്പനേരം നമുക്ക് ചെലവഴിക്കാം. എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളാകട്ടെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പ്രശ്നങ്ങളാകട്ടെ, എൻ്റെ അയൽവക്കംകാരും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിള്ളലുകളാകട്ടെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളാകട്ടെ, എൻ്റെ പാപ അവസ്ഥകളാകട്ടെ, ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ ആകുലതകൾ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നിട്ടുള്ള നഷ്ടങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ ആകുലരായി അസ്വസ്ഥരായി നിൽക്കുന്നവരാണ്. അതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. അത് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നൽകാം. എൻ്റെ നിരാശമായ ജീവിതത്തിലെ പ്രത്യാശയാണ് ദിവ്യകാരുണ്യം. എൻ്റെ ദുഃഖത്തിലെ സന്തോഷമാണ് ദിവ്യകാരുണ്യം. മൃതമായ അവസ്ഥയിലെ ജീവനാണ് ദിവ്യകാരുണ്യം. എൻ്റെ വിശപ്പിന് ഉള്ള അന്നമാണ് ദിവ്യകാരുണ്യം. എൻ്റെ ദാഹത്തിൻ്റെ നീരാണ് ദിവ്യകാരുണ്യം. അതിനാൽ എവിടെയെല്ലാം എനിക്ക് അസ്വസ്ഥതകളുണ്ടോ, എവിടെയെല്ലാം എനിക്ക് കുറവുകളുണ്ടോ, അത് മുഴുവൻ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കാം. പിന്നെ അവിടെ ഞാനും എൻ്റെ ഈശോയും മാത്രം. എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ കൈപിടിച്ച് നടത്തുന്ന, എനിക്ക് സന്തോഷം നൽകുന്ന, എനിക്ക് നിത്യജീവൻ സമ്മാനമായി തരുന്ന ഈശോയും ഞാനും മാത്രമായ നിമിഷം. അതാണ് ആരാധനയുടെ ഏറ്റവും പരിശുദ്ധമായ നിമിഷം. ഒപ്പമാകാൻ അപ്പമായ ദിവ്യകാരുണ്യം. മരുഭൂമിയിൽ മോശയും ജനതകളെ നയിച്ച അതേ ദൈവം, പ്രവാചകന്മാരുടെ പ്രതീക്ഷയായ അതേ ദൈവം, അബ്രാഹത്തിനും ഇസഹാക്കിനുമൊക്കെ തുണയായ ദൈവം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് വചനം നൽകിയ ഈശോ, രോഗികൾക്ക് സൗഖ്യം നൽകിയ ഈശോ, മൃതരെ ഉയർപ്പിച്ച ഈശോ, അന്ധർക്ക് കാഴ്ച നൽകിയ ഈശോ, ചെകിടർക്ക് കേൾവി ശക്തി നൽകിയ ഈശോ, ദുഃഖിതർക്ക് ആശ്വാസമായ ഈശോ. അതേ ഈശോയാണ് അപ്പമായി ദിവ്യകാരുണ്യമായി നമ്മുടെ ഒപ്പമായിരിക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടായിരുന്ന അതേ പിതാവായ ദൈവം, ത്രിത്വേക ദൈവം ദിവ്യകാരുണ്യമായി അപ്പമായി നമ്മുടെ ഒപ്പമായിരിക്കുന്നത് കൂടെ വസിക്കുവാനാണ്. അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച അതേ ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ. അബ്രാഹത്തോടും പൂർവ്വപിതാക്കന്മാരോടും സകല പ്രവാചകന്മാരോടും സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ട് നമുക്കും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന,
യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 ആരാധന. പൂർവപിതാക്കന്മാരോടും സഭാപിതാക്കന്മാരോടുമൊക്കെ ചേർന്ന് ആരാധിക്കുമ്പോഴും ഈ സ്വർഗീയ നിമിഷത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോഴും ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഓർക്കാതിരിക്കാൻ വയ്യ. അങ്ങയുടെ പരമപരിശുദ്ധിക്ക് മുമ്പിലായിരിക്കുമ്പോൾ, ഞങ്ങളോടൊപ്പമായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളിലേക്ക് വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. നന്ദി പറയാതെ, നന്ദിയോടെ അങ്ങയുടെ അനുസ്മരിക്കാതെ അങ്ങയുടെ മുമ്പിൽ ഒരു നിമിഷം പോലും ചെലവഴിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ഇടവക ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ സമൂഹ ജീവിതത്തിലേക്ക് അങ്ങ് വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. എനിക്ക് ജീവൻ നൽകി, ജന്മം നൽകി എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് മാതാപിതാക്കന്മാരെ നൽകി എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് കാവലായി, തുണയായി സഹോദരി സഹോദരന്മാരെ നൽകി. കൂടെ നിൽക്കുവാനും സഹായങ്ങൾ നൽകുവാനായി ബന്ധുമിത്രാദികളെ നൽകി. ഉറ്റ സുഹൃത്തുക്കളെ നൽകി. നല്ല അയൽവക്കംകാരെ നൽകി. എനിക്ക് പഠിക്കുവാനായിട്ട് സ്കൂളും അതിനുള്ള അധ്യാപകരെ നൽകി. എനിക്ക് ഒരു ജീവിത മാർഗം നൽകി അനുഗ്രഹിച്ചു. ഒരു ജീവിത അന്തസ്സ് നൽകി എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ആവശ്യ നേരത്ത് ഭക്ഷണവും വസ്ത്രവും നൽകി. എനിക്ക് തല ചായ്ക്കാനായിട്ട് ഒരു ഇടം നൽകി. എല്ലാറ്റിലും ഉപരി ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തിലും അധരത്തിലും സ്വീകരിക്കുവാൻ വിശുദ്ധ കുർബാന നൽകി. ഇത്രയും മനോഹരമായ രീതിയിൽ എൻ്റെ ജീവിതത്തെ അങ്ങ് അലങ്കരിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിച്ചു. നന്ദി പറയാതെ ദിവ്യകാരുണ്യ ഈശോയെ അങ്ങയുടെ മുമ്പിലായിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിച്ചിട്ടുള്ളത്. കാരുണ്യവാനായ ഈശോയെ, ഇത്രമാത്രം അനുഗ്രഹങ്ങളാൽ എന്നെ നിറച്ചിട്ടും പലപ്പോഴും അങ്ങയുടെ അനുഗ്രഹങ്ങൾ മറന്ന്, അങ്ങയുടെ ആശീർവാദം മറന്ന്, പാപം മൂലം പലപ്പോഴും അങ്ങിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ എത്രമാത്രം അകന്നു പോയാലും മകനെ, മകളെ, ഇതാണ് വഴി, ഇതിലേ വരിക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തിരിച്ചു വിളിക്കുന്നുണ്ട്. പലപ്പോഴും അങ്ങയുടെ വിളിയെ കാതോർക്കുവാൻ ഞങ്ങൾ ഈ ലോക സുഖത്തിൻ്റെ പുറകെ പാഞ്ഞു നടന്നിട്ട് സാധിക്കാതെ വന്നിട്ടുണ്ട്. നാഥ, ഞങ്ങളോട് കൂടെ വസിച്ചാലും ഒപ്പമായിരിക്കുവാൻ അപ്പമായി വന്ന ഈശോയെ, അങ്ങയുടെ കൂടെ നിൽക്കാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പാപത്താൽ ഞാൻ അകന്നു പോയപ്പോഴും ഈശോയെ കൂടെ വസിക്കണമേ. കൂടെ വസിക്കുവാനും കൂട്ടായിരിക്കുവാനും ഒപ്പമായിരിക്കുവാനാണ് അങ്ങ് അപ്പമായതെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഏറ്റുപറയുന്നു. നാഥ, കൂടെ വസിക്കണമേ. നാഥ, കൂടെ വസിക്കണമേ. നാഥ, കൂടെ വസിക്കണമേ.
നാഥ കൂടെ വസിക്കണമേ, 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 നാഥ കൂടെ വസിക്കണമേ. എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് അവരുടെ കൂടെ നടന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് അപ്പം മുറിച്ച് നൽകി ദിവ്യകാരുണ്യ അനുഭവം വിശുദ്ധ കുർബാന അവർക്ക് നൽകി. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങിൽ നിന്ന് ഞങ്ങൾ പാപത്താൽ അകന്നു പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ നടക്കണമേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ, ഞങ്ങൾക്ക് അപ്പം നൽകണമേ. അപ്പം മുറിച്ച് ദിവ്യകാരുണ്യ അനുഭവം വിശുദ്ധ കുർബാന അനുഭവം ഞങ്ങൾക്ക് തരണമേ. ആരെല്ലാം വിശുദ്ധ കുർബാനയിൽ നിന്ന് അകലുന്നുവോ, ആരെല്ലാം അങ്ങിൽ നിന്ന് അകന്നു ജീവിക്കുന്നുവോ, പാപത്തിൽ മുഴുകുന്നുവോ, അവരെല്ലാവരെയും കൂടെ വസിച്ച് അങ്ങ് അനുഗ്രഹമായി, അപ്പമായി, വിശുദ്ധ കുർബാനയായി കൂടെ വസിക്കണമേ. ആരാധനയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറഞ്ഞവരെ നമ്മൾ ഓർക്കാം. നമുക്ക് ഉപകാരികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, പലവിധ രോഗത്താലും പലവിധ ആകുലതയാലും ഇരിക്കുന്നവരെ സമർപ്പിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ജോലി അന്വേഷിച്ച് നടക്കുന്ന യുവതി യുവാക്കൾ, ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർ, അങ്ങനെ ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം നമ്മൾക്ക് യാചിക്കാം, അത് ഏറ്റുവാങ്ങാം. നാഥ കൂടെ വസിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ അധരങ്ങളിൽ തങ്ങി നിൽക്കട്ടെ. നാഥൻ കൂടെ വസിച്ചാൽ അത് ദിവ്യകാരുണ്യ അനുഭവമാണ്. നാഥൻ കൂടെ വസിച്ചാൽ അത് വിശുദ്ധ കുർബാന അനുഭവമാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ദിവ്യകാരുണ്യ ഈശോയുടെ വിശുദ്ധ കുർബാന അനുഭവമായി മാറട്ടെ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. നാഥ കൂടെ വസിക്കണമേ, 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 നാഥ കൂടെ
വസിക്കണമേ നാഥ കൂടെ വസിക്കണമേ നാഥ കൂടെ വസിക്കണമേ നാഥ കൂടെ വസിക്കണമേ നാഥ കൂടെ വസിക്കണമേ നാഥ കൂടെ വസിക്കണമേ നാഥ കൂടെ വസിക്കണമേ നാഥ കൂടെ വസിക്കണമേ